ശ്രീ കെ എം ഷാജഹാൻ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്രീ കെ എം ഷാജഹാൻ, സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി, പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി ധൂർത്തിനോ മറ്റ് അനാവശ്യ ചിലവുകൾക്കോ ഒരു കുറവുമില്ല. ഇപ്പോൾ ഓണക്കാലം വരികയാണ്. ഏകദേശം ഓണക്കാല ചിലവുകൾ നേരിടാൻ ഏകദേശം 5,000 കോടിയെങ്കിലും വേണ്ടിവരും എന്നുള്ളതാണൊരു ഏകദേശ കണക്ക്. ഈ സാമ്പത്തിക പ്രതിസന്ധിയും അതിരൂക്ഷമായിരിക്കുന്നു. ക്ഷേമ പെൻഷനുകളെങ്കിലും അതൊക്കെ അത്യാവശ്യം കൊടുത്തു തീർക്കേണ്ടതാണല്ലോ. സഹകരണ സംഘങ്ങളിൽ നിന്ന് ഇപ്പോൾ കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കുകയാണെന്നും പ്രതികരിക്കുന്നത്? ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്നറിയത് കുറെ കാലമായി സാമ്പത്തിക രംഗം ആകെ താറുമാറാണ്. കടം ഇപ്പൊ ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കടം മാത്രമല്ല, ഇതിന്റെ പലിശ ചെലവ് തന്നെ കോടാനുകൂടി, ആയിരക്കണക്കിന് കോടി പലിശ ചെലവ് തന്നെ വർദ്ധിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മറുഭാഗത്ത് പിരിക്കാനുള്ള പണം പിരിക്കുന്നില്ല, ധൂർത്ത് കൂടുന്നു. ഇതൊക്കെ നമ്മൾ കുറെ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത നമ്മൾ ചെയ്യും. അത് കഴിയുമ്പോൾ അത് അതിന്റെ വഴിക്ക് പോകും. ഇതൊക്കെ സർക്കാർ ഇത്തരത്തിൽ ധൂർത്ത് നടത്തുമ്പോഴും ഇതുപോലെ കടം മേടിച്ച് മുടിയുമ്പോഴും ഒക്കെ തന്നെ അതിനെതിരെ പ്രതിരോധമില്ല. ഇവിടെ അതിനെതിരെ ഒരു പ്രതിഷേധമില്ല. ഇപ്പൊ തന്നെ നമ്മൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കാര്യം എത്രയോ കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഗവൺമെന്റ് ഒരു തരത്തിലുള്ള മാറ്റത്തിനും വിധേയമാകുന്നില്ല. ഗവൺമെന്റ് കൂടുതൽ ധൂർത്തടിക്കുന്നു, ഗവൺമെന്റ് കൂടുതൽ കടം മേടിക്കുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഓണത്തിന് തന്നെ 5,000 കോടി കടം മേടിക്കുന്നു. ഇതൊക്കെ നമ്മളൊരു അവിടെ ഇവിടെ ഒരു വാർത്തയാക്കി നമ്മളങ്ങ് പോകും. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഇതിന് ഗവൺമെന്റിനെ മുൾമുനയിൽ നിർത്താൻ ഇവിടെ ഒരു സംവിധാനം ഇല്ല. ഇവിടെ പ്രതിപക്ഷവും ഇല്ല, ഇവിടെ BJP ഇല്ല. ഇതെല്ലാം ചത്തു പൊങ്ങി കിടക്കുന്ന സംവിധാനങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ചത്തു പൊങ്ങി കിടക്കുന്ന സംവിധാനങ്ങളായ സാഹചര്യത്തിൽ നമ്മൾ ഓരോ ഞായറാഴ്ചകളിലും ചർച്ചാ വിഷയം മാത്രമാക്കി ഇതിങ്ങനെ കൊണ്ടുപോകുന്നൊരു ഗതികേടാണുള്ളത്. അതുകൊണ്ട് ഇതിനകത്തൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. കടം ഇനിയും കൂടും. ഗവൺമെന്റ് തൂർത്തടിക്കും, ഗവൺമെന്റ് കടം മേടിക്കും, ഗവൺമെന്റ് സൗകര്യം മുഖം ചെയ്ത് വെച്ച് അവർ കുറച്ചാൽ കഴിയുമ്പോൾ അധികാരത്തിൽ നിന്ന് പോകും. അപ്പൊ ഇതിനൊക്കെ എതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുകയും പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷവും BJPയും ഇവിടെ ചത്തു പൊങ്ങി കിടക്കുന്ന സാഹചര്യത്തിൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യാന്നല്ലാതെ ഇതിനകത്ത് എന്താണ് ഇതുകൊണ്ട് ഫലമെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ കെ എം ഷാജഹാൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.